അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ ഈ 9 എണ്ണമാണ് ഗ്രഹങ്ങൾ എന്നും സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നും ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്നുമാണ് പഠിച്ചത്. അത് ശരി തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും സ്ഥിതിയും നിമിത്തം ഭൂമിയിലും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ഭൂമിയിൽ നിന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഭൂമിയെ ഒഴിവാക്കി. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും ജീവിതത്തെ ഗ്രഹിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നവ എന്ന അർത്ഥത്തിലാണ് മേൽപ്പറഞ്ഞ സൂര്യചന്ദ്രാദികളായ 9 എണ്ണത്തെയും ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രമായ സൂര്യനും ഉപഗ്രഹമായ ചന്ദ്രനും ഛായാഗ്രഹങ്ങൾ മാത്രമായ രാഹുവിനും കേതുവിനും ഗ്രഹപദവി ഋഷീശ്വരന്മാർ നൽകിയിരിക്കുന്നു. രാഹുവും കേതുവും ഭൂമിയുടെ സഞ്ചാരപഥവും ചന്ദ്രന്റെ സഞ്ചാരപഥവും തമ്മിൽ ഖണ്ഡിക്കുന്ന 2 ബിന്ദുക്കളാണ്. ഭൂമിയിലെ ജീവജാലങ്ങളെ നിലനിർത്തുന്ന അവയ്ക്ക് അന്നവും പ്രാണനുമായി വർദ്ധിച്ചു വരുന്ന സൂര്യൻ ഭൂമിയെ അതിശക്തമായി തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സൂര്യന് ഗ്രഹപദവി നൽകിയത്. ചന്ദ്രനും ഭൂമിക്കുമേൽ സ്വാധീനമുണ്ട്. വേലിയേറ്റവും വേലിയിറക്കവും ശുദ്ധമായ ദൃഷ്ടാന്തമാണ്. ഇക്കാരണങ്ങൾ കൊണ്ട് ചന്ദ്രനും ഗ്രഹപദവി കൈവന്നു. ഗ്രഹണാദികൾക്ക് കാരണമാകുന്ന രാഹുകേതുക്കൾക്കും ഇതുപോലെ വ്യക്തമായ കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഗ്രഹപദവി നൽകിയിരിക്കുന്നത്. ഇതിനെ മുഴുവൻ നവഗ്രഹങ്ങൾ എന്ന് പറഞ്ഞെങ്കിലും ആചാര്യന്മാർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രകാശരൗദൗ പ്രഥമോ ഗ്രഹാണാം താരാഗ്രഹ പഞ്ചപരേ തദോദൗ തമോഗ്രഹോ എന്ന് ആചാര്യന്മാർ സന്ദേഹരഹിതമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനർത്ഥം നവഗ്രഹങ്ങളിൽ ആദ്യത്തെ 2, അതായത് സൂര്യനും ചന്ദ്രനും പ്രകാശഗ്രഹങ്ങൾ അഥവാ ലോകത്തെ പ്രകാശിപ്പിക്കുന്നവരാണ് എന്നും പിന്നെയുള്ള പഞ്ചപരി താരാഗ്രഹമാണ് 5 പേരും താരാഗ്രഹങ്ങളാണ് എന്നാണ്. അതായത് ചൊവ്വ, ബുധൻ, വ്യാഴൻ, ശുക്രൻ, ശനി. ബാക്കിയുള്ളവര് തമോഗ്രഹവും അവസാനത്തെ 2 പേര് തമോഗ്രഹങ്ങളാണ് എന്നും ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, രാഹുവും കേതു. ഈ നവഗ്രഹങ്ങളെ കൂടാതെ ഗുരുവിനെയും ജ്യോതിഷത്തിന് ചിന്തിക്കാറുണ്ട്. തുടർന്നു വരുന്ന ക്ലാസ്സുകളിൽ ഗുരുവിന്റെ പ്രാധാന്യവും മറ്റുമെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ ആരൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയല്ലോ. അടുത്ത ക്ലാസ്സിൽ നവഗ്രഹങ്ങളിൽ ആദ്യം വരുന്നതായ സൂര്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജാതക പ്രശ്നത്തെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അതായത് പാപശാന്തി എങ്ങനെയാണ് നോക്കുന്നത്, ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വീഡിയോയിലൂടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പാപശാന്തി എങ്ങനെയാണ് കാണുന്നത് എന്ന ആ ഒരു രീതി നിങ്ങളെ മനസ്സിലാക്കും. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. 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 മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ മൂലക്ഷേത്രം ഏതാണ് എന്ന് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികൾ ഏതെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അതിനു മുമ്പിലായിട്ട് എന്താണ് ഉച്ചം, എന്താണ് നീചം എന്ന് അറിയേണ്ടതല്ല. ഉച്ചം എന്നാൽ ഉയർന്ന അവസ്ഥ, മേന്മ എന്നെല്ലാമാണ് അർത്ഥം. ഗ്രഹങ്ങൾക്ക് രാശിചക്രത്തിലെ ഈ 12 രാശികളിൽ ചില ഭാഗത്ത് ഉയർന്ന അവസ്ഥ അഥവാ ഗ്രഹങ്ങൾ അതിശക്തരായി തീരുന്ന അവസ്ഥ കൈവരും. ആ ഭാഗത്തിന് ആ ഗ്രഹത്തിന്റെ ഉയർന്ന രാശി അഥവാ ഉച്ചരാശി എന്ന് പറയാം. അതുപോലെ നീചം എന്നുള്ളതിന്റെ അർത്ഥം നിന്ദ്യമായ, പ്രയോജനമില്ലാത്ത, അധമമായ എന്നൊക്കെയാണ് അർത്ഥം. നേരത്തെ പറഞ്ഞതുപോലെ ഗ്രഹങ്ങൾ അതിശക്തരായി തീരുന്ന രാശിഭാഗങ്ങളിലെ ഉച്ചം എന്ന് പറയുന്ന സമയത്ത് ഗ്രഹങ്ങൾ ദുർബലരായി തീരുന്ന രാശികളെ നീചരാശികൾ എന്ന് പറയുന്നു.
സൂര്യക്ക് മകരം, ബുധന് കന്നി, വ്യാഴത്തിന് കർക്കിടകം, ശുക്രന് മീനം, ശനിക്ക് തുലാം രാശിയാണ് ഉച്ചരാശി. ഈ പറഞ്ഞ രാശികൾ പ്രസ്തുത ഗ്രഹങ്ങളുടെ ഉച്ചരാശികളാണ്. അഥവാ ഈ രാശികളിൽ ഇവർക്ക് നല്ല ബലം ഉണ്ടായിരിക്കും. ഗ്രഹത്തിന്റെ ഉച്ചരാശി ഏതാണോ അതിൽ നിന്നും എന്ന് തുടങ്ങിയാൽ ഏഴാമത്തെ രാശി ആ ഗ്രഹത്തിന്റെ നീചരാശിയാണ്. സൂര്യന് തുലാം രാശിയാണ് നീചരാശി, ചന്ദ്രന് വൃശ്ചികവും, ചൊവ്വയ്ക്ക് കർക്കിടകവും, ബുധന് മീനവും, ശുക്രന് കന്നിയും, വ്യാഴത്തിന് മകരവും, ശനിക്ക് മേടം രാശിയും നീചരാശിയാണ്. ഉദാഹരണത്തിന് മേടം രാശിയാണ് സൂര്യന്റെ ഉച്ചരാശി എന്ന് പറയുന്നത്. മേടം രാശി മുതലൊക്കെ എണ്ണിയാൽ മേടം, ഇടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം, കന്നി, തുലാം. തുലാം രാശിയാണ് ഏഴാം രാശിയായി വരുന്നത്. അപ്പോൾ സൂര്യന്റെ നീചരാശി തുലാം രാശിയാണ് എന്ന് മനസ്സിലാക്കണം. ഈ രാശിയിൽ സൂര്യൻ വരുന്ന സമയത്ത് സൂര്യന് ബലം ഉണ്ടായിരിക്കില്ല. ഇങ്ങനെ എല്ലാ ഗ്രഹങ്ങളുടെയും നീചരാശിയും ഉച്ചരാശിയും മനസ്സിലാക്കണം. മേടം രാശിയാണ് സൂര്യന്റെ ഉച്ചരാശി എന്ന് പറഞ്ഞത്. മേടം രാശിയിൽ 10 ഡിഗ്രി വരെ അത്യുച്ചമാണ്. അതായത് ഉച്ചത്തിനേക്കാൾ നല്ല രീതിയിൽ ബലമെന്നാണ് പറയുന്നത്. ഒരു രാശി എന്നത് 30 ഡിഗ്രിയാണ് എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഓരോ ഗ്രഹങ്ങൾക്കും ഉച്ചരാശികളുടെ പ്രത്യേക ഡിഗ്രി വരെ അത്യുച്ച ബലം ഉണ്ടായിരിക്കും. അത് ഇങ്ങനെയാണ്: സൂര്യന് മേടത്തിൽ 10 ഡിഗ്രി വരെയാണ് അത്യുച്ചം, ചന്ദ്രന് ഇടവം രാശിയിൽ 3 ഡിഗ്രി വരെ, ചൊവ്വയ്ക്ക് മകരം രാശിയിൽ 28 ഡിഗ്രി വരെ, ബുധന് കന്നി രാശിയിൽ 15 ഡിഗ്രി വരെ, വ്യാഴത്തിന് കർക്കിടകം രാശിയിൽ 5 ഡിഗ്രി വരെ, ശുക്രന് മീനം രാശിയിൽ 27 ഡിഗ്രി വരെയും, ശനിക്ക് തുലാം രാശിയിൽ 20 ഡിഗ്രി വരെയും അത്യുച്ച ബലമുണ്ട്. ഉച്ചരാശിയുടെ ഏഴാം രാശിയാണ് നീചരാശി എന്ന് കണക്കാക്കിയതുപോലെ ഗ്രഹങ്ങൾക്ക് രാശിയിൽ എത്ര ഡിഗ്രി വരെയാണോ അത്യുച്ചം പറഞ്ഞത് അതേ ഡിഗ്രി വരെ അതിനീചം എന്ന അവസ്ഥയും പറയാം. അതായത് മേടം രാശിയില് 10 ഡിഗ്രി വരെ സൂര്യന് അത്യുച്ചം എന്ന് പറയുമ്പോൾ തുലാം രാശിയായ നീചരാശിയില് 10 ഡിഗ്രി വരെ സൂര്യന് അവിനീചമുണ്ട് എന്ന് മനസ്സിലാക്കണം. അത്യുച്ചത്തിലാണെങ്കിൽ ഗ്രഹം ഏറ്റവും ബലവാനാണ് എന്നും അത് നീചരാശിയിലാണെങ്കിൽ ഗ്രഹത്തിന് തീരെ ബലമില്ല എന്നും മനസ്സിലാക്കണം. നല്ല ബലമുള്ള ഗ്രഹങ്ങളെ ശുഭഫലങ്ങളും ബലമില്ലാത്ത ഗ്രഹങ്ങൾ അശുഭഫലങ്ങളുമാകും നൽകുക. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ ബലാബലം നിർണ്ണയിക്കുവാൻ ഉച്ചനീച രാശികളെ കുറിച്ച് അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ വീഡിയോ മനസ്സിലാക്കുന്നവരെ 3-4 തവണകളായി കാണുക, മനസ്സിൽ ഉറപ്പിക്കുക. അടുത്ത ക്ലാസ്സിൽ ഗ്രഹങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം. നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് കേരള ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്രഹങ്ങളുടെ ഉച്ചനീച രാശികളെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് നവഗ്രഹങ്ങളെ അറിയാം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, കേതു. ഈ 9 ഗ്രഹങ്ങളെയാണ് ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു സംശയം നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിച്ചത് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ഈ 9 എണ്ണമാണ് ഗ്രഹങ്ങൾ എന്നും സൂര്യൻ ഒരു നക്ഷത്രമാണ് എന്നും ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണ് എന്നുമാണ് പഠിച്ചത്. അത് ശരി തന്നെയാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരവും സ്ഥിതിയും നിമിത്തം ഭൂമിയിലും ഭൂമിയിലെ ജീവജാലങ്ങൾക്കും സംഭവിക്കുന്ന ഗുണദോഷങ്ങളെ മനസ്സിലാക്കി തരുന്നതാണ് ജ്യോതിഷം. അപ്പോൾ ഭൂമിയിൽ നിന്നുമാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ പട്ടികയിൽ നിന്ന് ഭൂമിയെ ഒഴിവാക്കി. മനുഷ്യരുടെയും ജീവജാലങ്ങളുടെയും സ്വാധീനിക്കുകയും ചെയ്യുന്നവ എന്ന അർത്ഥത്തിലാണ് മേൽപ്പറഞ്ഞ സൂര്യചന്ദ്രാദികളായ 9 എണ്ണത്തെയും ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. നക്ഷത്രമായ സൂര്യനും ഉപഗ്രഹമായ ചന്ദ്രനും ഛായാഗ്രഹങ്ങൾ മാത്രമായ രാഹുവിനും